इश्क मकानो मकी, इश्क जमानो ज़मीन, इश्क सरापा यकीन और यकीन फतह ख़िबार। इश्क ज़मीनो ज़मा കാലവും സ്ഥലവും പ്രണയമാണ്. ഇഷ്ക് ജമീനോ സമാ, ഇഷ്ക് മക്കീനോ മകാൻ. സ്ഥലവും സ്ഥലത്തിലുള്ളതുമെല്ലാം പ്രണയമാണ്. ഇഷ്ക് സറാപ്പാ യഖീൻ, പ്രണയം ദാർഢ്യതയുടെ പര്യായമാണ്. ഓർ യഖീൻ ഫത്ഹ് ബാബ്, എല്ലാ മോചനത്തിന്റെയും വഴി തുറന്നു തരുന്നത് പ്രണയമാണ്, സ്നേഹമാണ്. അതുകൊണ്ട് മോനെ, നീ നിനക്ക് ജന്മം നൽകിയ ഉമ്മാനെക്കാൾ സ്നേഹിക്കേണ്ടതാരെയാണ്? എന്നെക്കാൾ നീ സ്നേഹിക്കേണ്ടത് ഹബീബിനെയാണ്. അനുരാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ആദരവിന്റെയും മുഴുവൻ മൂല്യങ്ങളെയും അകത്തളത്തിൽ ആവഹിച്ചിട്ട് അരിമസന്താനത്തിന്റെ പ്രാണന് പോലും പ്രാധാന്യം കൊടുക്കാതെ പുണ്യ ഹബീബിനോട് പ്രണയം വെച്ച പ്രവാചകാനുരാഗികളുടെ ചരിത്രത്തിലെ സ്വഹാബി വനിതയാണ് ഉമ്മാമ. 6-ാം നൂറ്റാണ്ടിൽ അരുതായ്മയുടെ ആഴിയിൽ നിന്ന് ആധുനികതയുടെ ആൾത്താരയിൽ ആദരവിന്റെ വരിഷ്ഠ കുസുമങ്ങളാക്കി മാറ്റാനുള്ള വിപ്ലവത്തിന്റെ സാരഥ്യം നടത്തിയ ലോകഗുരുവേ, സ്വീകരിക്കപ്പെട്ട ആദരവിന്റെ പദവിയെ, അതേ റിസാലത്തിന്റെ സ്ഥാനമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിക്കുമ്പോ, പ്രിയപ്പെട്ട മോനെ, ഖാലിദ് ബിൻ സഈദ് ബിൻ ആസ് സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് അബൂ ഉഹൈഹ എന്നായിരുന്നു. ഖാലിദ് ബിൻ സഈദ് ബിൻ ആസ് എന്ന സ്വഹാബി ഇസ്ലാമിലേക്ക് വന്നു. വാപ്പാക്ക് പിടിച്ചില്ല. വാപ്പ പറഞ്ഞു, എടാ, നീ മുഹമ്മദ് നബിയുടെ മതം സ്വീകരിക്കാൻ പാടില്ലയാണ്. മോളെ, നമ്മളിന്ന് ആധുനിക യുഗത്തിൽ ഇസ്ലാമിന് വേണ്ടി ഒന്നും അനുഭവിക്കുന്നില്ല. ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. താൽക്കാലികമായ തടിസുഖത്തിന് വേണ്ടി മതത്തെ പണയം വെക്കുന്ന പെണ്ണുങ്ങൾ അധികരിക്കുന്ന കാലമാണ്. നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന കലാലയം വ്യഭിചാരത്തിന്റെയും കള്ളുകുടിയുടെയും തോന്നിവാസത്തിന്റെയും സൂപ്പർ മാർക്കറ്റുകളാണ്. അപ്പോഴും വാപ്പാക്ക് ചിന്ത, എന്റെ മോൾ എഞ്ചിനീയർ ആവണം, എന്റെ മോൾ ഡോക്ടർ ആവണം, എന്റെ മോൾ അങ്ങനെ ആവണം, എന്റെ മോൾ ഇങ്ങനെ ആവണം. കലാലയത്തിന്റെ നാലുപാടിനുള്ളിൽ നടക്കുന്ന കാലുഷ്യങ്ങളെ കുറിച്ച് തിരിച്ചറിയാൻ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. അരമനകളിൽ ചീഞ്ഞു നാറുന്ന വൃത്തികെട്ട വർത്തമാനങ്ങൾ ഈ സമുദായത്തിന്റെ മക്കളുടെ ഭാഗത്തു നിന്ന് വരുമ്പോ ഇനിയും ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്നലകളിൽ കഴിഞ്ഞുപോയൊരു തലമുറ മദ്രസ 7-ാം ക്ലാസ്സിലും പള്ളി ദർസിലും 1-ാം ദർസിലും ഒക്കെ പഠിച്ചിരുന്നവരാണെങ്കിൽ പുതിയ തലമുറയിൽ നല്ലൊരു പക്ഷവും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ മക്കൾ ഇന്ന് ഡൽഹിയിൽ പഠിക്കുന്നു, ബാംഗ്ലൂരിൽ പഠിക്കുന്നു, മൈസൂരിൽ പഠിക്കുന്നു, ബോംബെയിൽ പഠിക്കുന്നു, ഡൽഹിയിൽ പഠിക്കുന്നു. ഭൗതിക കലാലയത്തിന്റെ പ്രമത്തതയിൽ നിന്നുകൊണ്ട് കള്ളിന്റെയും കഞ്ചാവിന്റെയും അടിമകളായി നമ്മുടെ സമുദായത്തിന്റെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ഇസ്ലാമിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയി. നമ്മുടെ മക്കൾ ഭൗതികമായ സ്ഥാനമാനങ്ങളെ പ്രണയിച്ച് ഭ്രാന്തന്മാരായി, ആധുനികതയുടെ ലോകത്തെ ഇഷ്ടന്മാരായി മാറി. നമ്മുടെ മക്കൾക്ക് ഹബീബിനെ അറിയുന്നില്ല, ഹബീബിന് വേണ്ടി സഹിച്ചവരെ അറിയുന്നില്ല. അബൂ ഉഹൈഹ എന്ന് പറയുന്നയാൾ ഖാലിദ് ബിൻ സഈദ് എന്ന മഹാൻ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ശാരീരികമായി പീഡിപ്പിച്ച് തല്ലിപ്പഴിപ്പിച്ച് വീട്ടിൽ നിന്ന് ആട്ടിയിറക്കുമ്പോ അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റാണ്, ലാ യുകല്ലിമുഹു അഹദുൻ മിൻകും ഇല്ലാ സനഅതു ബിഹി മാ സനഅതു ബിഹി. ആരെങ്കിലും ഈ ഖാലിദ്
ഖാലിദിനോട് കരുണയോടെ മിണ്ടിയാൽ, സംസാരിച്ചാൽ, അവൻ അനുകൂലമായി പറഞ്ഞാൽ, ഇവനെ ചെയ്തതുപോലെ ചാട്ടവാറ് കൊണ്ടടിച്ച് ക്ഷീണിപ്പിക്കുകയല്ലാതെ അവർക്കും അപ്പീലില്ല. ഖാലിദ് ബിൻ സഈദ് ഓടിച്ചെല്ലുകയാണ് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. ലഹൽ ഹിലാലു ഹിലാലുൻ ലാമിഉൽ ആലമീൻ ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലിൽ ഉമമി. ലോകത്തിന്റെ മുഴുവനും വഴികാട്ടിയായ മാർഗദർശനത്തിന്റെ മണിവീണയും എല്ലാമായ ഹബീബിന്റെ അടുക്കലേക്ക് ഖാലിദ് ബിൻ സഈദ് തങ്ങൾ ഓടിച്ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ എന്റെ വാപ്പ എന്നെ പുറത്താക്കിയതാണ്. അഭയം നൽകണേ നബിയേ. അഭയം നൽകിയിട്ട് യുസല്ലി ഫീ നവാഹി മക്ക, മക്കയുടെ ഒരു കോണിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോ അബൂ ഹൈഹ എന്ന ധിക്കാരിയായ വാപ്പ വന്ന് വലിച്ചിട്ട് ചാട്ടവാറുകൊണ്ടടിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ സഈദ് വിളിക്കുന്നതെന്താണ്? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, रात की तेरगी से न मायूस हो, रोशनी का सितारा नजर आएगा, जब मोहम्मद सफीने के है ना खुदा, तो बनवर किनारा नजर आएगा, मेरे हामी है गौसोर हो जा पिया, है मददगार मेरे शहे अम्बिया, ए गुलाम सहारों के होते हुए किस तरह से सहारा नजर आएगा. പാരതന്ത്ര്യത്തിന്റെ നീർച്ചുഴിയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വിധാനമേ, അതെന്റെ നേതാവാണ്. കാൽച്ചങ്ങലകളെ വലിച്ചു പൊട്ടിച്ച് മോചനം നൽകുന്ന നേതാവേ, അതെന്റെ ഹബീബാണ്. കാരിരുമ്പിന്റെ അഴികളെ അവിടുന്ന് തുരുമ്പ് പോലെ തട്ടിക്കളഞ്ഞിട്ട് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ വിശുദ്ധ വായുവേ, മദീനയുടെ നായകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ഖാലിദ് ബിൻ സഈദ്, ഞാൻ വരുന്നുണ്ട് നബിയേ, എന്നെ ഒന്ന് കൈപിടിക്കണേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മോചനത്തിന്റെ മലർവാടിയിലേക്ക് മാടി വിളിച്ച് അവസാനം അല്ലാഹുവിന്റെ ഹബീബ് എത്യോപ്യയിലേക്ക് ഹിജ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോ, ഈമാനുള്ള സഹോദരാ, എന്റെയും നിന്റെയും കയ്യിലുള്ള മതത്തിന്റെ മൂല്യം മറന്നിട്ട് ഹബീബിനെ വേദനിപ്പിച്ചുകൂടാ. മോളെ, നീ ഇന്ന് കലാലയത്തിന്റെ മുറ്റത്ത് പോയി കണ്ണടിച്ചവന്റെ പിന്നിൽ ജീവിതം കളയുകയും മിസ്കോള് നൽകിയവനെ തേടി ജീവിതം ഹോമിക്കുകയും മതം പോലും നോക്കാതെ വേലിചാടിപ്പോവുകയും ഈ സമുദായത്തെ പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിന് വെളിച്ചം നൽകുന്ന ഒരു നേതാവിനെ വേണോ? ഏകാന്തതയിൽ നിനക്ക് കൂട്ടുകാരനാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ നിനക്ക് കാഴ്ചയാണ്. അതാ ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചില ഉമ്മമാര് വിളിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട സന്തോഷം പറയാനാണ്.
കാണാനുള്ള ആശ വെച്ച് ദുആ ചെയ്യാനാണ്. ഹബീബിലേക്ക് ലയിക്കുന്ന കൽബ് കിട്ടാനാണ്. അവരിൽ ചിലരോട് ചോദിക്കുമ്പോൾ അവർ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവരാണ്, കോടിക്കണക്കിന് സ്വലാത്ത് തികച്ചവരാണ്. പെങ്ങളെ, ഒന്ന് നന്നായി സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയിലെ നായകനെ കാണാനൊന്ന് ആശ വെച്ച് ജീവിച്ചോ മോളെ. അന്യപുരുഷനെ കൽബിൽ കയറ്റിയിട്ട് ഹബീബിനെ വേണമെന്ന് വിചാരിച്ചാൽ കിട്ടൂല. അന്യപുരുഷന്മാരോട് ഇടകലർന്നിട്ട് റസൂലുള്ളാഹിനെ കാണണമെന്ന് വിചാരിച്ചാൽ കിട്ടൂല. നീ നിർമ്മലമായ ഒരു ജീവിതത്തിന്റെ സന്തോഷകരമായ രാപ്പകലുകളിലൂടെ മദീനയുടെ നായകനെ ഒന്ന് പ്രണയിച്ചിട്ട് സ്വലാത്ത് ചൊല്ലുമോളെ. അറിയുമോ ബീവി അസ്മാ റളിയല്ലാഹു അൻഹയെ മറന്നുപോയോ മോളെ? സിദ്ദീഖ് എന്നവരുടെ പുത്രിയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുകയാണ്. അബൂലഹബ് വരുന്നു, അബൂജഹൽ വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എടീ പെണ്ണേ, നിന്റെ വാപ്പ എവിടെ? അബൂജഹലിന്റെ ചോദ്യമാണ്, നിന്റെ വാപ്പ എവിടെ? ധൈര്യസമേതം ഹിജ്റ പുറപ്പെട്ട ഹബീബിന്റെ സന്തത സഹചാരിയുടെ മകള് ധൈര്യമായി മറുപടി പറഞ്ഞു, ഇവിടെയില്ല. ഫലതമ വജ്ഹഹാ, അരോഗതടഗാത്രനായ അബൂജഹലിന്റെ കൈ ഉയർത്തിയിട്ട് അസ്മാഇന്റെ മുഖത്തൊരൊറ്റ അടിയാണ്. എന്നിട്ട് പച്ചത്തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോഴും വിളിക്കുന്നു, അസ്മാ ആരെയാണ്? ചമൻ ചമൻ के दिल कशी गुलों के ही वो शबनमी, वो इतना प्यार नाम है नबी नबी नबी. അല്ലാഹുവിന്റെ ഹബീബിനെ വിളിക്കുകയാണ്. എല്ലാ പ്രാതികൂല്യങ്ങളും ഒരുമിച്ച് വന്നാലും, എല്ലാ പ്രതിഷേധങ്ങളും ഇളകി വന്നാലും, എനിക്കെല്ലാം എല്ലാം എന്റെ ഹബീബാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ജ്യേഷ്ഠന്മാരെ, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? അതാ കണ്ടില്ലേ, അബൂ ഹുദൈഫത്ത് ബിൻ ഉത്ബ എന്ന മഹാനെ അറിയുമോ? ഉത്ബത്തിന്റെ മകനാണ്. ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ആയുധവും കൊണ്ട് എന്റെ വാപ്പാക്ക് നേരെ പോകട്ടെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വേണ്ട മോനെ, വേണ്ട. അപ്പോഴാണ് ഉത്ബത്തിന്റെ മകളെ ഹിന്ദെന്ന പെണ്ണ് വിളിക്കുന്നു, എടാ, ഫമാ ശകർത ബൻ റബ്ബാക മിൻ സിഗരി ഹത്താ ശബബ്ത ശബാബൻ ഗൈറ മഹ്ജൂനി. الأحول الأشعل المشؤوم طائره أبو حذيفة شر الناس في الدين. മഹാനായ അബൂ ഹുദൈഫ തങ്ങളെ ചീത്ത വിളിച്ച് ആക്ഷേപിച്ചിട്ട് വാപ്പയോട് നന്ദിയില്ലാത്തവനെന്ന് വിളിക്കുമ്പോ പടക്കളത്തിന്റെ ചാരേ നിന്ന് അബൂ ഹുദൈഫ തങ്ങളെ പറയാണ്, കദബതി ബൽ കാന മിൻ ഖൈരിൻ നാസി ഫിദ്ദീനി. എടീ മോളെ, ഞാൻ ഉത്തമമായ മതത്തിന്റെ ആഴിയിലാണ്. തീജ്വാലകൾ ഉയരുന്ന ബദറിന്റെ രണഭൂമിയിൽ നിന്ന് സത്യത്തിന്റെ യോദ്ധാക്കള് പ്രോജ്വലമായ വിജയം നേടി അത്യുജ്വലമായി ജയഭേരി മുഴക്കുമ്പോഴാണ് അതാ മഹാനായ അബൂ ഹുദൈഫ തങ്ങള് ഉത്ബത്തിന്റെ ജഡവും വലിച്ച് പൊട്ടക്കിണറ്റിലേക്ക് നീങ്ങുകയാണ്.
മതത്തിന് വേണ്ടി രണഭൂമിയിൽ ഇറങ്ങി പോരാടിയ അബൂ ഹുദൈഫ തങ്ങളെ എതിർകക്ഷിയിലുള്ള ഉത്ബത്തിന്റെ ജഡവും വലിച്ച് പൊട്ടക്കിണറ്റിലേക്ക് നീങ്ങുമ്പോ മുഖത്തൊരു ഭാവമാറ്റമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്നു, യാ അബാ ഹുദൈഫ, ഓ അബൂ ഹുദൈഫ, വാപ്പയുടെ ബോഡിയും വലിച്ചു പോകുമ്പോ വല്ല സന്താപവുമുണ്ടോ? എന്തെങ്കിലും ഒരു ചിന്താ വ്യതിയാനം മനസ്സിൽ വന്നുപോയോ? ജന്മം നൽകിയ വാപ്പാന്റെ ബോഡിയും വലിച്ചിട്ടാ നടക്കുന്നത്, വല്ലതും വന്നുപോയോ എന്ന് ചോദിക്കുമ്പോ അബൂ ഹുദൈഫ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു പരാതിയുമില്ല, പക്ഷേ فكنت أرجو أن يهديه ذلك إلى الإسلام. ഒന്ന് നമ്മുടെ കക്ഷിയിലേക്ക് വാപ്പ വന്നില്ലല്ലോ എന്നല്ലാതെ എതിർ കക്ഷിയിലായതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതിൽ എനിക്ക് പരാതിയില്ല നബിയേ. കാരണം ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ കുറിച്ച് പറയാണ്, വഫാത്തായി മാസങ്ങൾ കഴിഞ്ഞ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മക്കയിലേക്ക് വരുന്നു. അബൂ ഖുഹാഫ എന്ന വാപ്പാനെ കാണാനാണ്. അതാ അവിടെയുള്ള സ്വഹാബി മക്കൾ എഴുന്നേറ്റ് നിൽക്കുന്നു. മർഹബൻ ബിക മർഹബൻ ബിക യാ റസൂലില്ലാഹ്. തങ്ങൾ വാഹനത്തിന്റെ മേലെ നിറങ്ങി വാപ്പായെ ബഹുമാനിച്ചു. വാപ്പ എഴുന്നേറ്റു, മോനെ ബഹുമാനിച്ചു. കാരണം എന്റെ മോനാണെങ്കിലും സിദ്ദീഖുൽ അക്ബർ ദീനിയായി ഉന്നത പദവിയിലുള്ളവനാണ്, ആത്മീയമായി ഉയർന്ന പദവിയിലുള്ളവനാണ് എന്റെ മോൻ. അതുകൊണ്ട് തന്നെ എന്റെ മകന് വേണ്ടി എഴുന്നേൽക്കണം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, റസൂലുള്ളാഹിന്റെ റസൂൽ എവിടെ? മർഹബൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനാണ്, ഹബീബിന്റെ ഇഷ്ടക്കാരനാണ്, സാഹിബു റസൂലില്ലാഹ് എന്ന് വിളിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വാപ്പാനെ കണ്ടുകൊണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ബഹുമാനപൂർവം. അബൂ ഖുഹാഫ എന്നവർ മകൻ ഉന്നതനായതുകൊണ്ട്, നേതാവായതുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. ഫഖബ്ബല ബൈന ഐനൈഹി, നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തിട്ട് നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരയുകയാണ്. സ്വഹാബത്ത് വിളിക്കുന്നു, അല്ലയോ ഹബീബായ നബി തങ്ങളുടെ കൂട്ടുകാരാ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരയുകയാണ്. ഉടനെ സ്വഹാബത്തിന്റെ ചോദ്യമാണ്, അല്ലയോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആത്മാനുരാഗത്തിന്റെ ഉന്നതിയിൽ നിന്ന് ഇന്നലകളിലെ ഓർമ്മകളെ കൃത്യമായി ഓർമ്മിച്ചെടുത്തിട്ട് സ്നേഹാനുതാപങ്ങളുടെ മഹാപ്രപഞ്ചങ്ങളെ ഇന്നലകളുടെ ചരിത്രത്തിൽ നിന്ന് അന്തരംഗത്തിലേക്ക് ആവഹിച്ചെടുത്ത സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പറയുകയാണ്, സ്വഹാബ, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിയുണ്ടല്ലോ, ഇന്നലകളിൽ ഞാനും എന്റെ ഹബീബും യാത്ര ചെയ്ത വഴിയാണ്. അതേതു വഴിയെന്നറിയുമോ? പലായനത്തിന്റെ വഴി മദീനയിലേക്ക് പോയ വഴിയാണ്. പരിശുദ്ധമായ മദീനയിലേക്ക് ഇസ്ലാമിക മുന്നേറ്റത്തിന് കടന്നുപോയ വഴിയാണ്. അതാ കാണുന്ന മല കണ്ടില്ലേ, അതിന്റെ മുകളിലുള്ള ഗുഹാന്തരത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാനും ഇരിക്കുമ്പോൾ എതിരാളികളുടെ മേലെ വന്ന് കാൽപ്പാട് വെച്ച് അതാ 40 മീറ്റർ ദൂരെ നിന്നുകൊണ്ട് നോക്കുന്നു
ഇസ്ലാമിന്റെ വിരോധിയാണ്. ഞാനും അല്ലാഹുവിന്റെ ഹബീബും ഇങ്ങനെ നിൽക്കാണ്, മുഹാന്തരത്തിലാണ്, എതിരാളിയുടെ നോട്ടമാണ് ദൂരെ നിന്ന്. അപ്പോഴേക്കൊരു മരം അവിടെ മുളയെടുത്തിട്ട് അതിന്റെ ഇല വിരിച്ചുകൊണ്ട് ഹബീബിന്റെ മുഖമങ്ങ് കവർ ചെയ്തു. ഇമാം ദാരിമി നിവേദനം ചെയ്യുന്നത് കാണാം. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അതേതു മരമാണെന്ന് അന്വേഷണം നടത്തിയത്. അതാ അസ്സലാത്തു വൽ ബുശർ ഫി സ്വലാത്തി അലാ ഖൈറിൽ ബശർ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് കാണാം. ഒരു മരം മുളയെടുത്തിട്ട് അതിന്റെ ഇല വിടർത്തിയിട്ട് ഹബീബിന് കാവലാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾക്ക് കാവൽ നൽകിയ മരവും അനുഭവങ്ങളും മുഴുവനും ഇന്നലകളിൽ ത്യാഗോജ്വലമായി നടന്നുപോയ വഴി ഓർത്തുപോവുകയാണ്. അതുകൊണ്ടാണ് കരയുന്നതെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വാപ്പാനെ സമർപ്പിച്ചു ഹബീബിന് വേണ്ടി അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു. എല്ലാം സമർപ്പിച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവരെല്ലാം അല്ലാഹുവിന്റെ ഹബീബിലേക്ക് സ്നേഹാനുരാഗം കൊണ്ട് വിജയം നേടിയ ഉന്നതരാണ്. അവരുടെ വഴിയിൽ നമ്മളെ വിളിക്കുന്നവരാണ്. വാരിസുർ റസൂൽ, വറസത്തുർ റസൂൽ, വറസത്തുൽ അംബിയാ. അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികൾ വിളിക്കുന്നത് മദീനയിലെ നേതാവിലേക്ക് ചേരാനാണ്, ഹബീബിലേക്ക് ഒന്ന് ഒത്തുചേർന്ന് നിൽക്കാനാണ്. കാരണം എന്തേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? യഹാം ബി ഉൻകി ചൽതി ഹേ വഹാം ബി ഉൻകി ചൽതി ഹേ, മദീന രാജധാനി ഹേ तो आलम पर हुकूमत है. അവിടെയും ചർച്ച ഹബീബിനെ കുറിച്ചാണ്, ഇവിടെയും ചർച്ച ഹബീബിനെ കുറിച്ചാണ്. മദീന രാജധാനി ഹേ, മദീനയാണ് അധികാര കേന്ദ്രം, തലസ്ഥാനം. എന്തിന്റെ തലസ്ഥാനമാണ്? ദോ ആലം പർ ഹുകൂമത്ത് ഹേ, ഇരു ലോകത്തും വിഹരിച്ചു കിടക്കുന്ന അധികാര കൈകാര്യങ്ങളുടെ തലസ്ഥാന നഗരിയാണ് മദീനത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഹബീബിന്റെ നാട്ടിലേക്ക് സ്നേഹം വെച്ച്, ഹബീബിലേക്ക് ഹൃദയം സമർപ്പിച്ച്, അവസാനം അവിടുത്തെ പാൽപുഞ്ചിരി തൂകുന്ന തിരുമുഖം കണ്ടുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ആ മദീനയുടെ നായകരിലേക്ക് ചേർന്ന് ഹബീബിനെ അനവധി തവണ കണ്ട മഹാന്മാരുണ്ട്. അതിൽ ഒരുപാട് മഹാന്മാരെ എണ്ണി പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ സ്വതന്ത്രമായി കാണുന്നുണ്ട്. മുഹദ്ദിഥീങ്ങൾ കണ്ടില്ലേ, റബീ ഇബ്നു ഹിറാശ് തങ്ങൾ ജീവിതകാലത്ത് ചിരിച്ചില്ല, വഫാത്തായപ്പോ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദാണ്. മുസ്ലിം റഹിമഹുല്ലാഹ് ഇസ്തിലാഹിൽ ഉദ്ധരിച്ച നാമത്തിന്റെ ഉടമയാണ്. വഫയാത്തുൽ അയ്യാൻ എടുത്തുദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ മക്കള് വഴികേടായി പോകാതിരിക്കാനുള്ള അടിസ്ഥാന ഉപദേശമാണ് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കൊന്ന് ലയിക്കണം. എനിക്കും നിങ്ങൾക്കും ഹബീബിനെ ഒരുപാട് തവണ അവിടുത്തെ ശോഭനമായ ഒരു കാഴ്ച കിട്ടണം. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും ഹബീബിലേക്ക് അടുക്കാൻ നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന വഴിയല്ലാതെ, സ്വാലിഹീങ്ങൾ നമുക്ക് പകർന്നു തന്ന മാർഗമല്ലാതെ, നമ്മുടെ നേതാക്കൾ നമുക്ക് വരച്ചു കാണിക്കുന്ന വഴിയല്ലാതെ സുതാര്യവും കൃത്യവുമായ വേറെ വഴിയില്ല.
തങ്ങളുടെയും ജീവിതകാലത്ത് വഫാത്തായ ഹബീബിന്റെ ഇടപെടലുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്തെ ഏറ്റവും പ്രതിസന്ധിയുള്ള ചിന്ത, ഞാൻ വഫാത്തായാൽ എനിക്ക് ഹബീബിന്റെ ചാരത്ത് കിടക്കാൻ ആശയുണ്ട്, സമ്മതമുണ്ടോ? സമ്മതം ഖബറു ശരീഫിൽ നിന്ന് ഹബീബ് നൽകും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തുടങ്ങുന്നത് തന്നെ ഞാൻ അടിമയെന്നാണ്. അബ്ദു റസൂലില്ലാഹി വഖാദിമുഹു. ഇമാം റാസി റഹിമഹുല്ലാഹ്, നിങ്ങൾ ലാ തജഅലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ എന്നത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നില്ലേ, അബ്ദ് സയ്യിദിനോട് സംസാരിക്കും പോലെയല്ലാതെ ഹബീബിനോട് സംസാരിച്ചുകൂടാ. അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഭരണനയത്തിൽ മയം വരുത്തേണ്ട നേരത്ത് മെസ്സേജ് മദീനയിൽ നിന്നാണ്, അഥവാ ഹബീബിൽ നിന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വീട്ടുതടങ്കലിലായപ്പോൾ എന്ത് തീരുമാനമെടുക്കണം? അൽ ബിദായത്തു വൻ നിഹായ പറയുന്നു, ഹിസാർ ഉസ്മാൻ എന്ന അധ്യായത്തിൽ ഹബീബ് ചോദിക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ, ഇന്ന് വൈകുന്നേരം എന്റെ കൂടെ വരുന്നോ, അതല്ല ശത്രുപക്ഷങ്ങളെ മുഴുവനും നാലുപാടിൽ നിന്ന് മാറ്റിത്തരണോ? തീരുമാനമായി, ഇവിടെ രക്തച്ചൊരിച്ചിൽ വേണ്ട, ഞാൻ ഹബീബിലേക്ക് പോവുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് മദീനത്തെ പള്ളിയിൽ കിടക്കുമ്പോൾ വിശക്കുന്നു, ഭക്ഷണം നൽകുന്നു. അബ്ദുർ റസാഖ് രേഖപ്പെടുത്തുന്നു, ഹബീബിന്റെ ആത്മീയമായ ദാനമാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായ മുന്നറിയിപ്പ് ഖബറു ശരീഫിൽ നിന്ന് വാരിക്കോരി നെഞ്ചത്തേക്ക് വെക്കും പോലെയുള്ള സ്വപ്നത്തിന്റെ പുലർച്ചയാണ്. അത് മദീനയിൽ നിന്നുള്ള ദാനമാണ്. ശാഫിഈ ഇമാം തങ്ങൾക്ക് 10 വയസ്സുള്ളപ്പോൾ മക്കയിൽ വെച്ച് സ്വപ്നത്തിൽ ഹബീബ് വിളിച്ചിട്ട് വായിൽ തുപ്പിക്കൊടുക്കുന്നു. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി ജയിലിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഹബീബ് സലാം പറയുന്നു ശാഫിഈ ഇമാം തങ്ങളോട്. ഇമാം സുബ്കി റഹിമഹുല്ലാഹ് തബഖാത്തിൽ ഉദ്ധരിക്കുന്നു. ഇബ്നുൽ ജൗസിയും നിവേദനം ചെയ്യുന്നു. ഇമാം ബുഖാരി തങ്ങൾ സഹീഹ് എഴുതുന്നു, സന്ദേശം മദീനയിൽ നിന്നാണ്. ഇമാം മുസ്ലിമുൻ നൈസാബൂരിയുടെ ഹദീസ് സേവനം സമ്മതം ഹബീബിൽ നിന്നാണ്. ഇതുപോലെ എല്ലാ ഇമാമികളും അവരവരുടെ സമ്മതങ്ങളും അവരവരുടെ രചനകളും മുഴുവനും ആക്കി. ഹബീബ് വന്നിട്ട് ചോദിക്കുന്നു, യാ യഅഖൂബ് ബിൻ സുഫിയാൻ, ഓ യഅഖൂബ് ബിൻ സുഫിയാനെ, ലിമ ബകൈത, എന്തിനാ മോനെ കരയുന്നത്? എല്ലാം കാണിക്കപ്പെടാനുള്ള സംവിധാനം നൽകി ആദരിക്കപ്പെട്ട ഹബീബാണ്. ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? ഉടനെ പറയാണ്, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, ദഹബ ബസ്വരീ, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി നബിയേ, എനിക്ക് വലിയ ദുഃഖമുണ്ട് നബിയേ, അലാമാ ഫാത്തനീ മിൻ നസ്ഖി സുന്നതിക, ഓ ഹബീബായ നബിയേ, അവിടുത്തെ സുന്നത്ത് പകർപ്പെഴുതുന്നതിൽ എനിക്കെന്റെ സാഹചര്യം നഷ്ടമായതിൽ ദുഃഖത്തിലാണ്. യാ റസൂലല്ലാഹ്, മാത്രമല്ല ഞാൻ നാട്ടിലുമല്ല വേറെ നാട്ടിലാണ് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒദ്നു മിന്നീ, ഒന്നടുക്കൂ മോനെ യഅഖൂബ്, ഇങ്ങോട്ട് അടുത്തു നിന്നേ. ഫദനൗതു മിൻഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചേർന്നു നിന്നു. ഫഅമറ യദഹു അലാ ഐനയ്യ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ എന്റെ കണ്ണിന്റെ മേലെ നടത്തി.
അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ എന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. റഹബി അടക്കം ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതുകയാണ്, ഈമാനുള്ള ജനങ്ങളെ നന്നായി സ്വലാത്ത് ചൊല്ലി ഹബീബിലേക്കൊന്ന് ഇഷ്ക് വെക്കണം. ഒന്ന് പറഞ്ഞോട്ടെ, ഹബീബിന്റെ അടുക്കൽ നാളെ എത്തണമല്ലോ. ഒന്നാലോചിച്ചു നോക്കി, എനിക്ക് ഹബീബിന്റെ അടുക്കൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂല. ഞാൻ അവിടുത്തേക്കുള്ള വെള്ളമൊന്നെടുത്തു കൊടുത്തോട്ടെ. റബീഅത്ത് ബിൻ കഅബ് അസ്ലമി തങ്ങൾ മാറിത്തരൂല. ഞാൻ അവിടുത്തെ ചെരുപ്പൊന്നെടുത്തു കൊടുത്തോട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂല. ഞാൻ അവിടുത്തെ മിസ്വാക്കൊന്നെടുത്തു കൊടുത്തോട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂല. ഞാൻ വാതിൽക്കലൊന്നു നിന്നോട്ടെ. ബിലാൽ തങ്ങളുടെ ഡ്യൂട്ടിയാണത്. ഞാനൊരു സെക്യൂരിറ്റിയായി നടന്നോട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഡ്യൂട്ടിയാണത്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനെവിടെ നിൽക്കാനാണ്? അടുത്തു നിന്നൊന്ന് ബൈത്ത് ചൊല്ലിക്കോട്ടെ. ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ മാറിത്തരൂല. നോക്കിയപ്പോൾ എനിക്കൊരു സ്ഥാനവും കാണുന്നില്ല. എനിക്കതിനുള്ള മഹബത്തുമില്ല. പിന്നെ എവിടെയാണൊരിടം? അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പോണ വഴിയിൽ എന്നെ ഒന്ന് കിടത്തിയാൽ, ഹബീബ് നടന്നു പോകുമ്പോൾ അതാ ഉമ്മത്തിൽപ്പെട്ടൊരാൾ വഴിയിൽ കിടക്കുന്നു. മുമ്പോട്ടല്ലാതെ പിന്നോട്ട് തട്ടൂല. അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് തട്ടി, അത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തട്ടിക്കളയൂല. മുന്നോട്ട് പിന്നെയും തട്ടി. എല്ലാ ഇമാമിയങ്ങളും പോയി, എല്ലാ സ്വാലിഹീങ്ങളും പോയി. അവസാനം അതാ വരുന്നു, മമ്പുറം തങ്ങൾ വരുന്നു, ഉമറുൽ ഖാദി തങ്ങൾ വരുന്നു. വലിയ വലിയ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ, ഉസ്താദുമാര് വരുന്നു. അവരെല്ലാം അങ്ങ് കടന്നു കഴിയുമ്പോഴെങ്കിലും അവരുടെ കാൽക്കൽ പറ്റിയിട്ടെങ്കിലും ഹബീബിന്റെ വീട്ടിലേക്ക്, റസൂലുള്ളാഹിക്ക്, ജന്നത്ത് റസൂലുള്ളാഹിക്ക്, ഹബീബിന്റെ വീട്ടിലേക്കൊന്ന് കടക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവേ ഞങ്ങൾക്ക് ആ ഹബീബിലേക്ക് അങ്ങേറ്റത്തെ ഇഷ്ക് നൽകണേ റബ്ബേ. നന്നായി സ്വലാത്ത് ചൊല്ലിയിട്ട് പാതിരാത്രി ഹബീബുമായി സന്ധിക്കുന്ന ഒരുപാട് അവസരം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അവിടുത്തെ മുനവ്വറായ മുഖം കാണിച്ചുകൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഈ സ്ഥാപനവും ഇതിന്റെ സാരഥികളും നേതാക്കളും ഞങ്ങളുടെ ഗുരുവര്യരെയും എല്ലാം ഒരുമിച്ച് ഒന്ന് ഞങ്ങളെ ഹബീബിലേക്ക് ചേർത്തു തരണേ റബ്ബേ. ഈ സദസ്സും മർക്കസിന്റെ സമ്മേളന സദസ്സുമെല്ലാം ഹബീബിന്റെ മദീനയിൽ കാണിക്കപ്പെടുന്ന ഇഷ്കിന്റെ സദസ്സുകളാക്കണേ റബ്ബേ. ഞങ്ങളുടെ കൽബിൽ ഹബീബിനെ നിറച്ചിട്ട് എല്ലാ അഴുക്കുമൊന്ന് മാറ്റിത്തരണേ റബ്ബേ. വസല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. എല്ലാവരും ദുആർക്കുന്ന വസിയത്തോടെ അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങളിൽ, നമ്മുടെ ഉസ്താദുമാരും മാതാപിതാക്കൾ, സ്നേഹജനങ്ങൾ, ശിഷ്യഗണങ്ങൾ എല്ലാവരും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അല്പം നീണ്ടുപോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.